എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളുടെ വിജയം അതിനോട് നമ്മൾ കാണിക്കുന്ന പ്രതിബദ്ധതയാണ്. അലസതയോടും പെറുപെറുത്തും എന്ത് കാര്യം ചെയ്താലും ആത്യന്തികമായ ഫലം ലഭിക്കുകയില്ല. ഏത് കാര്യങ്ങളും നിർവഹിക്കുമ്പോൾ അതിനോട് നമുക്കൊരു പാഷൻ ഉണ്ടായിരിക്കണം. സ്റ്റീവ് ജോബിന്റെ വാക്കുകൾ, "The only way to do great work is to love what you do." നീ എന്ത് ചെയ്താലും സ്നേഹത്തോടെ ചെയ്യുമ്പോൾ അതൊരു മഹത്തായ പ്രവൃത്തിയായിട്ട് മാറും. എന്നാൽ നീ പെറുപുറത്തുകൊണ്ടാണ് ഒരു പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ അത് ഈ ലോകത്തിലെ ഏറ്റവും നീചമായ പ്രവൃത്തിയായിരിക്കും. റോഹൻഡ ബൈറൺ എഴുതുന്നു, "A heart on fire with excitement and passion has a huge magnetic power." നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മത്തോട് നമ്മൾ ഹൃദയത്തിൽ വെച്ചു പുലർത്തുന്ന പാഷൻ ആ പ്രവൃത്തിയെ കൂടുതൽ ഉജ്ജ്വലമാക്കും. അതിൻ്റെ കാരണം ആ പ്രവൃത്തിക്ക് ഒരു പ്രത്യേകമായ ശക്തി ലഭിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, "When your passion and purpose are greater than your fears and excuses, you will find a way." നിങ്ങളുടെ ഒഴിവ് കഴിവുകളെക്കാളും നിങ്ങളുടെ ഭയത്തെക്കാളും വലുതായിരിക്കണം നിങ്ങളുടെ പാഷനും നിങ്ങളുടെ ലക്ഷ്യവും. അങ്ങനെയുള്ളവർ ജീവിതത്തിൽ ശരിയായ വഴി കണ്ടെത്തിയിരിക്കും. പെറുപെറുത്തുകൊണ്ട് അടുക്കളയിൽ നിർവഹിക്കപ്പെടുന്ന പാചകത്തിന്റെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ദേഷ്യപ്പെട്ടുകൊണ്ട് റോഡിൽ ഡ്രൈവ് ചെയ്യുന്നവന്റെ അവസ്ഥയെപ്പറ്റി നമ്മൾ ഒരു നിമിഷം ഒന്ന് ഓർത്ത് നോക്കിക്കേ. മടിപിടിച്ച് ആലസ്യത്തോടെ ജോലി സ്ഥലത്ത് പോകുന്നവന്റെ തൊഴിൽ സ്ഥലത്തെ പെർഫോമൻസ് നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. എന്ത് റിസൾട്ടാണ് അത് തരുന്നത്? അവിടെയൊക്കെ നമ്മൾ സമൂഹത്തിന്റെ ബാധ്യതയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയാണോ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്? ടോണി റോബിൻസന്റെ വാക്കുകൾ, "പാഷൻ ഈസ് ദ ജനസിസ് ഓഫ് ജീനിയസ്." ഇഷ്ടപ്പെട്ട് താല്പര്യത്തോടെ പ്രതിബദ്ധതയോടെ നമ്മുടെ കർമ്മങ്ങളെ നിർവഹിക്കുവാൻ അവ തരുന്ന റിസൾട്ട് വളരെ വലുതായിരിക്കും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 21-ാം വാക്യം, "നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും." ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിങ്കലേക്ക് ഉയർത്താം. കരുണമയനായ കർത്താവേ, ഈ ലോകത്ത് ധാരാളം ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുള്ളവരാണ്. ഹൃദയ സന്തോഷത്തോടെയും സമർപ്പണത്തോടെയും പ്രതിബദ്ധതയോടെയും അവ നിർവഹിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ. അലസതയുടെ ദുരാത്മാവിലല്ല, ആത്മാർത്ഥതയുടെ ദൈവാത്മാവിൽ ഞങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് തന്ന ജീവിതത്തിനും നിയോഗങ്ങൾക്കായിട്ടും സ്തോത്രം. ദൈവികമായ ഉത്തരവാദിത്തത്തോടെ അത് നിർവഹിക്കുവാനും ആഴമുള്ള വിശ്വാസത്തോടെ ജീവിക്കുവാനും സ്നേഹപൂർവ്വം ഈ ലോകത്ത് പുലരുവാനും ഞങ്ങൾക്ക് കഴിയണമേ. ഞങ്ങളിൽ ഒത്തിരി കുറവുണ്ട്. അവയെ ഞങ്ങൾ തിരിച്ചറിയുവാനും തിരുത്തുവാനും ഞങ്ങൾക്ക് സാധ്യമാകണമേ. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.